അപ്പോൾ എല്ലാവരും ഡീസൽ വണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഇത് എങ്ങനെയുള്ളവർക്കാണ് സെറ്റ് ആവുക, അവരുടെ ഡീസൽ വണ്ടികൾക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു മാസത്തിൽ 1000 കിലോമീറ്ററിന് മേളിൽ ഓടുന്നവർ, അതായത് 12,000 കിലോമീറ്റർ ഒരു വർഷത്തിൽ ഓടുന്നവരൊക്കെയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലത് ഡീസൽ വണ്ടികൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഡീസൽ വണ്ടികൾ കുറച്ചുകൂടി പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് ഡീസലിന്റെ വില താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി ഈ ഒരു ഡീസൽ വണ്ടികൾ കുറച്ചുകൂടി കൂടുതലാണ്. നിങ്ങളൊരു സിറ്റി ഡ്രൈവ്സ് ഒക്കെ വിട്ട് ഹൈവേസ് ഒക്കെ സ്ഥിരമായിട്ട് പിടിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു ഡീസൽ വണ്ടി എടുക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഡീസൽ വണ്ടികൾക്കുള്ള ഇനിഷ്യലുള്ള ഒരു പവർ പിക്കപ്പ്, അതായത് ഒരു ടോർക്ക് കൂടുതലാണ്. നമ്മളെ വണ്ടി എടുക്കുമ്പോൾ ചെറിയൊരു പവർ കൂടുതലുണ്ടാകും ഡീസൽ വണ്ടികൾക്കൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി മാറ്റുന്നവരാണെങ്കിൽ ഈ ഒരു ഡീസൽ വാഹനങ്ങൾക്ക് പൊതുവെ റീസെയിൽ വാല്യൂ കുറച്ചുകൂടി കൂടുതലാണ്. അതുപോലെ ഡീസൽ വാഹനങ്ങളുടെ 1-2 പ്രശ്നം ജസ്റ്റ് എന്ന് പറയാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടികൾക്ക് റേറ്റ് കുറച്ചുകൂടി കൂടുതലാണ് പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത്. അതുപോലെ ഇതിന്റെ സ്പെയർ പാർട്സിന് ഈ ഒരു റീപ്ലേസ്മെന്റ് പാർട്സ്, അതിൽ സർവീസ് കോസ്റ്റ് ഒക്കെ തന്നെ കുറച്ചുകൂടി കൂടുതലാണ് പെട്രോൾ വാഹനങ്ങളെക്കാളും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഒരു വണ്ടിയുടെ എഞ്ചിന്റെ നോയ്സ് അതുപോലെ തന്നെ വൈബ്രേഷനും കുറച്ചുകൂടി കൂടുതലുണ്ടാകും.